ജോജി എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു. എന്നേക്കാൾ 2 വയസ്സിന് മൂത്ത എൻ്റെ അപ്പൻ്റെ സഹോദരൻ്റെ മകൻ. എനിക്ക് പോലും അസൂയ തോന്നും വിധമായിരുന്നു അവനോട് എൻ്റെ അപ്പനും അമ്മയ്ക്കുമുള്ള സ്നേഹം. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ പിന്നെ അത് മാറി എനിക്ക് ഇച്ചായനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഇച്ചായൻ്റെ ജീവിതത്തിൽ ഇടിച്ചു കയറി വന്നതായിരുന്നു ഈ അലക്സും അവൻ്റെ ഫ്രണ്ട് ദിൽഷയും. ദിൽഷയെ ഇച്ചായന് ആദ്യം മുതൽ ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾക്ക് അലക്സിനെയായിരുന്നു ഇഷ്ടം. പിന്നെ പിന്നെ അത് മാറി ഇച്ചായനോട് പ്രണയമാണെന്ന് നടിച്ചവൾ. ഒടുവിൽ ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. പിന്നെ പെട്ടെന്നൊരു ദിവസം അറിഞ്ഞു ദിൽഷ മരിച്ചു എന്ന്. അവൾ മരിക്കുമ്പോൾ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. പോരാത്തതിന് തെളിവുകളെല്ലാം ഇച്ചായനെതിരായിരുന്നു. അവളെ ഇച്ചായൻ ശ്വാസം മുട്ടിച്ചു ഫ്ലാറ്റിൽ കെട്ടിത്തൂക്കിയതാണെന്ന് പറഞ്ഞു. ഒടുവിൽ ഇച്ചായൻ ചെയ്യാത്ത തെറ്റിന് 3 മാസം ജയിലിൽ കിടന്നു. തിരിച്ചു വന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം ഞാനും എൻ്റെ ഇച്ചായനും പുറത്തുപോയി വരുമ്പോഴായിരുന്നു അലക്സിൻ്റെ ആളുകൾ എന്നെയും ഇച്ചായനെയും അവൻ്റെ ചെകുത്താൻ കോട്ടയിലേക്ക് കൊണ്ടുപോയത്. എന്നെ പുറത്ത് ഒരിടത്ത് കെട്ടിയിട്ടിട്ട് ഇച്ചായനെ അവർ അന്ന് അകത്തു കൊണ്ടുപോയി. ഒരുപാട് സമയം കഴിഞ്ഞ് ഇച്ചായൻ്റെ അലറിക്കരച്ചിൽ കേട്ട് എങ്ങനെയൊക്കെയോ ആ കെട്ട് പൊട്ടിച്ച് അകത്തുപോയ ഞാൻ കണ്ട കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. പോരാത്തതിന് എൻ്റെ ഇച്ചായൻ്റെ ശരീരം അവൻ്റെ പട്ടികൾക്ക് കഴിക്കാനിട്ട് കൊടുത്തു. ഇന്നും എൻ്റെ അപ്പനും അമ്മയും കരുതുന്നത് ഇച്ചായൻ നാണക്കേട് കൊണ്ട് എങ്ങോ പോയി എന്നാണ്. ആ കാഴ്ച കണ്ട അന്നു മുതൽ ഞാൻ അലക്സിന് വേണ്ടി കുഴികൾ കുഴിക്കുന്നുണ്ട്. അവനറിയാം അത്. പക്ഷേ ഇപ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെയല്ല, അവന് ഏറ്റവും പ്രിയപ്പെട്ടതിന് പിന്നാലെയാണ്. അവൻ്റെ മുന്നിലിട്ട് അവന് പ്രിയപ്പെട്ടതൊക്കെ ഞാൻ നശിപ്പിക്കും. അവളുണ്ടല്ലോ അവൻ്റെ പെണ്ണ്, അവളായിരിക്കും അവൻ്റെ തോൽവി എൻ്റെ മുന്നിൽ കാട്ടുന്നത്. അലക്സ് എന്ന ഒരു കലിപ്പനെ മാത്രമേ എല്ലാവർക്കും അറിയൂ. അവൻ്റെ ഉള്ളിൽ ഒരു ചെകുത്താൻ ഉറങ്ങുന്നുണ്ട്. അത് അവൻ്റെ ശത്രുക്കൾക്ക് മാത്രം അറിയുന്ന ഒന്നാണ്. ഏതൻ പറഞ്ഞതൊക്കെ ഒരുതരം വിറയലോടെയാണ് മിഥുൻ കേട്ടത്. കാരണം അന്ന് ദേവുവിന് നേരെ ഒന്ന് തിരിഞ്ഞപ്പോൾ അവൻ തന്നെ കൊല്ലാതെ കൊന്നുവിട്ടതാണ്. മിഥുൻ ആലോചനയോടെ ഇരിക്കുമ്പോഴായിരുന്നു ഏതൻ അവനെ തട്ടി വിളിച്ചത്. എന്താ ആലോചന? ഏയ് ഒന്നുമില്ല സാർ, അവനെക്കുറിച്ച് ആലോചിച്ചതായിരുന്നു. കൂടുതൽ ആലോചിക്കേണ്ട. അവൻ്റെ കൂടെ കൂടി അവൾക്കിപ്പോൾ അഹങ്കാരം കൂടി എന്നല്ലേ നീ പറഞ്ഞത്? പണ്ട് എൻ്റെ വീട്ടിൽ പേടിയോടെ നിന്നവളായിരുന്നു. ഇപ്പോൾ അവൾ അമ്മയ്ക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പാകത്തിന് വളർന്നു. വളരട്ടെ. അലക്സിനെ തകർക്കാനുള്ള പദ്ധതികൾ ഓരോന്നായി അവർ കണക്കുകൂട്ടിക്കൊണ്ടേയിരുന്നു. സഹാ. ഡാഡി, എന്താ നിന്റെ തീരുമാനം? എനിക്കറിയില്ല ഡാഡി. നമുക്ക് പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ അവളിപ്പോൾ ചോദിച്ചത്. പോരാത്തതിന് അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഇനി എങ്ങനെ? നേരായ വഴിയിലൂടെ അവനെ എൻ്റെ മോൾക്ക് കിട്ടില്ല. നീ അവളെ കണ്ടല്ലോ അല്ലേ? എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ഇന്നവൾ പോയത്. കോളേജിനി മറ്റൊരാളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് ഭയമുണ്ട്. നിങ്ങൾ 2 പേരുമാണ് എൻ്റെ മോളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. നാളെ അവനെ കിട്ടാതെ വരുമ്പോൾ മുഴുഭ്രാന്തിയായ മോളെയും പെങ്ങളെയും കാണാം. നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന്. കൂടുതൽ സംസാരിക്കാതെ കയറിപ്പോടി. ഡാഡി. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സാനിമോൾ സന്തോഷവതിയായിരിക്കണം. അവസാനം എന്തൊക്കെ സംഭവിച്ചാലും അത് മതി എനിക്ക്. നമ്മുടെ സാനിമോളെ മറന്നില്ലല്ലോ. അവളുടെ വീട്ടിലുള്ള ചർച്ചയാണ് ഇപ്പോൾ കേട്ടത്. അവളുടെ ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട്. എക്സാം എന്ന് പറയുന്ന യുദ്ധവും കലാലയ ജീവിതവും ദാ ഇവിടെ കഴിഞ്ഞു അല്ലേടാ? റിയ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനിയാണ് പ്രശ്നം. നമ്മൾ 3 വർഷം ഇവിടെ ജീവിച്ചതൊക്കെ ഓർക്കുമ്പോൾ നമുക്കിനി സങ്കടമാകൂടാ, നിയ പറഞ്ഞു. അതിന് ആരിത് ഓർക്കാൻ പോണു? നമ്മൾ നല്ല കുട്ടികളായി ഓരോ കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. തിരക്കായി കഴിയുമ്പോൾ ഇതൊക്കെ മറക്കും, റിയ നിസ്സാരം പോലെ പറഞ്ഞു. നീ മറക്കും. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലടാ. ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ എനിക്ക്, നിയ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് ശരിയാണ്, മോൾക്ക് ഒരുപാട് ഓർമ്മകൾ അയവിറക്കാനുണ്ടാകും, റിയ അകലോടെ പറഞ്ഞു. രണ്ടും കൂടെ ഓരോന്ന് പറഞ്ഞു സ്ഥിരം വാഗമരത്തിൻ്റെ ചോട്ടിലെത്തി. അവർ അവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സാനിക്കുട്ടിയും വാലുകളും കൂടെ അങ്ങോട്ട് എത്തുന്നത്. നിന്റെ ശത്രു ദേ വരുന്നുണ്ട് നിയക്കുട്ട. കൂടുതലൊന്നും പറയണ്ട. അവസാനമായി നല്ലത് എന്തെങ്കിലും പറഞ്ഞു, റിയ നിയയുടെ ചെവിയിൽ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സാനി എക്സാം? നിയ ചെറുചിരിയോടെ ചോദിച്ചു. ജീവിതത്തിൽ തോറ്റുപോയ എനിക്ക് ഈ എക്സാമൊക്കെ ജയിച്ചിട്ടെന്തിനാ? സാനി പറഞ്ഞത് പൂർണ്ണമായി അവൾക്ക് മനസ്സിലായില്ല. നോക്കണ്ട, ഞാൻ ക്രിസ്റ്റിച്ചായൻ്റെ കാര്യമാണ് പറഞ്ഞത്. ജീവിതത്തിൽ ഇന്നുവരെ എന്തും നേടിയേ എനിക്ക് ശീലമുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ജീവിതത്തിൽ ആദ്യമായി പ്രണയം തോന്നിയ, പ്രണയം എന്താ എന്ന് അറിഞ്ഞത് ആ മനുഷ്യൻ്റെ കണ്ണിലൂടെയായിരുന്നു. പക്ഷേ നിയയ്ക്ക് അവളുടെ സംസാരം നെഞ്ചിലൊരു ഭാരം പോലെ തോന്നി. സാനി, ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാം നടക്കണമെന്ന് വാശി പിടിക്കരുത്. എനിക്ക് നിന്നോട് ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ല. ഈ ക്യാമ്പസിൽ തുടങ്ങിയതൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് നമുക്ക് നല്ല സുഹൃത്തുക്കളായി കൂടെ? നിയ ഒരു പ്രതീക്ഷയോടെ ചോദിച്ചു. ഇല്ല നിയ, നീ എന്നും എൻ്റെ ശത്രു തന്നെയായിരിക്കും. പിന്നെ ക്രിസ്റ്റിച്ചായൻ്റെ കൈകൊണ്ട് ഒരു മിന്ന് നിന്റെ കഴുത്തിൽ വീഴില്ല. അതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. സാനി നിയെ നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞു അവിടെ നിന്നും പോയി.
അവളൊരു വെല്ലുവിളി പോലെ നടത്തിപ്പോയി. റിയയ്ക്ക് അവളുടെ സംസാരം കേട്ട് ആദ്യമായി ഭയം തോന്നി. അതവളുടെ മുഖത്തുനിന്ന് വ്യക്തമായി റിയയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. നീ ചുമ്മാ ടെൻഷനാകണ്ട, അവളെ നമുക്കറിയാമല്ലോ. വാ, എനിക്കിന്ന് ഇവിടുന്ന് ബിരിയാണി കഴിക്കണം. അവസാനമായി റിയ കാര്യമായി പറഞ്ഞു. നിന്റെ പറച്ചിൽ കേട്ടാ നിന്നെ ഞാൻ എന്തോ ഇവിടുന്ന് കൊല്ലാൻ കൊണ്ടുപോകും പോലെ ഉണ്ട് കേട്ടോ, നീ റിയയെ കോർപ്പിച്ചു നോക്കി പറഞ്ഞു. അവർ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് കോളേജ് മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് തിരിച്ചു. ക്രിസ്റ്റി എന്തോ ആലോചിച്ചിരിക്കുമ്പോഴാണ് അല്ലു വിളിച്ചത്. എന്താ ഇച്ചായ? ക്രിസ്റ്റി ആലോചന വിട്ടുകൊണ്ട് അല്ലുവിനെ നോക്കി ചോദിച്ചു. നമ്മുടെ വിഷ്ണു ആളെങ്ങനെയാണ്? അല്ലു കയ്യിലിരുന്ന പെൻ കറക്കിക്കൊണ്ട് ചോദിച്ചു. ജോലിയൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ. പിന്നെ ചേട്ടത്തിയോട് ഇടയ്ക്ക് ഭയങ്കര ചായവായിരുന്നു, ഇപ്പം മിണ്ടുന്നതൊന്നും കാണാറില്ല, ക്രിസ്റ്റി പറഞ്ഞു. അലക്സ് ഒന്നമർത്തി മൂളി. എന്താ ഇച്ചായ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്രിസ്റ്റി ചോദിച്ചു. ഇല്ല, അവനെക്കുറിച്ച് ഒന്ന് അറിയണമെന്ന് തോന്നി, അല്ലു പറഞ്ഞു. അപ്പോഴാണ് റീത്ത കയറി വന്നത്. എന്താ റീത്ത? അല്ലു ഗൗരവത്തിൽ ചോദിച്ചു. സാർ, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം മെയിലയച്ചു, പക്ഷേ ഇതുവരെ മറുപടിയൊന്നും. ക്രിസ്റ്റി സംഭവം അറിയാത്തതുകൊണ്ട് അവരെ മാറി മാറി നോക്കുന്നുണ്ട്. നീ തന്നെയാണ് അന്നിവിടെ ജോലി വേണമെന്ന് വാശി പിടിച്ചത്, ഇപ്പോൾ നീ തന്നെ വേണ്ടെന്ന് പറയുന്നു, അല്ലു സംശയത്തോടെ ചോദിച്ചു. ഇന്ന് ഞാൻ ജോലിക്ക് വേണ്ടിയല്ല ഇവിടെ വന്നതെന്ന് ഇച്ചായനെ അറിയാം. ഇന്ന് മറ്റൊരാളുടെ പേര് കൊത്തിയ മോതിരം എൻ്റെ വിരലിൽ കിടപ്പുണ്ട്. എനിക്ക് ആ ആളിനോട് നീതി കാണിക്കണം. അതിനിവിടെ ഞാൻ വെറും ഒരു പ്രഹസനം നടത്തി നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോഴും ക്രിസ്റ്റി ഒന്നും മിണ്ടില്ല. അവളുടെ മാറ്റം ഇപ്പോഴും അവന് സംശയമാണ്. ശരി, നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചുവെങ്കിൽ അങ്ങനെ റിസൈൻ ലെറ്റർ എഴുതി തന്നിട്ട് പൊയ്ക്കോളൂ. അവൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. റീത്ത പിന്നെ എല്ലാവരോടും ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, എല്ലാവരോടും സോറി പറഞ്ഞു. ദേവുവിനോടിപ്പോൾ ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് അവളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം ലെറ്റർ കൊണ്ട് അലക്സിൻ്റെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അവളിറങ്ങി. റീത്ത നേരെ പോയത് അവളുടെ ഭാവി വരൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു, ഡോക്ടർ അഹൽ ടോണി. കോഫി ഷോപ്പിൽ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്ന റീത്ത. അവനെ കണ്ടതും അവളൊരു പുഞ്ചിരി നൽകി അവന്. ഒരുപാട് നേരമായോടോ വന്നിട്ട്? അഹൽ ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു. ഇല്ല ഡോക്ടർ, ഒരു 10 മിനിറ്റ്, റീത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യമായിരുന്നോ? അഹൽ ചോദിച്ചു. ഡോക്ടർ തിരക്കിലായിരുന്നോ? റീത്ത തിരക്കി. ഇന്നൊരു സർജറി ഉണ്ടായിരുന്നു, കഴിഞ്ഞപ്പോൾ ഫ്രീ ആയി, അഹൽ പറഞ്ഞു. ഞാൻ ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനാണ്. ഇപ്പോൾ ആണോ ഇതൊക്കെ പറയുന്നതെന്ന് കേട്ടാൽ? ഇപ്പോൾ പറയണം എന്ന് തോന്നി. അഹൽ കാര്യം മനസ്സിലാകാതെ അവനെ നോക്കി. എനിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു ഡോക്ടറെ. പ്രണയം എനിക്ക് മാത്രമായിരുന്നു. അത് നേടാൻ വേണ്ടി ഞാൻ മോശം പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. റീത്ത ഒന്നും ഒളിച്ചു വെച്ചില്ല. അലക്സ് അവൾക്ക് ആരായിരുന്നുവെന്നും അവൾ ആരായിരുന്നുവെന്നും അവൾ ദേവുവിനോട് ചെയ്തതും പറഞ്ഞതും എല്ലാം ഒരു കുമ്പസാരം പോലെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. തന്നെ കാണാൻ വന്ന ദിവസം തന്നെ തൻ്റെ അനിയത്തി എല്ലാം എന്നോട് പറഞ്ഞു. കൂട്ടത്തിൽ ഈ ചേച്ചിക്ക് ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലാണ്. പിന്നെ താൻ കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ ഞാൻ കരുതി താൻ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ച് സമ്മതിച്ചതാകുമെന്ന്. ഇപ്പോൾ അതും മാറി. അതൊക്കെ കഴിഞ്ഞതല്ലേ. താൻ അതിനൊക്കെ എല്ലാവരോടും മാപ്പ് പറഞ്ഞു കഴിഞ്ഞു, അകൽ സ്വതവേയുള്ള ചെറുചിരിയോടെ പറഞ്ഞു. അവൾ അവനെ നോക്കിയിരുന്നു. തൽക്കാലം ഭാവി ഭാര്യ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എന്തെങ്കിലും ഉണ്ടാവും, അകൽ തമാശ പോലെ പറഞ്ഞു. ഇല്ല, അവൾ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. പിന്നെ കുറച്ചു സമയം അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടോ? അകൽ ചിരിയോടെ ചോദിച്ചു. റിയ അന്ന് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യമൊന്നും തോന്നിയില്ലേ? റീത്ത ചോദിച്ചു. എന്തിന്? താൻ അയാളെ അത്രയും സ്നേഹിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് എനിക്ക് തോന്നി. ഈ പ്രണയത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് ആരെക്കാളും നന്നായി എനിക്കറിയാം. അല്ല, എനിക്ക് മനസ്സിലാവും, അവൻ ഏതോ ഓർമ്മയിൽ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് പ്രണയമുണ്ടായിരുന്നോ? റീത്ത സംശയത്തോടെ ചോദിച്ചു. ഉണ്ടായിരുന്നു. അഹൽ അവൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ആരാ ആള്? റീത്ത ആകാംക്ഷ അടക്കാനാകാത്ത ചിരിയോടെ ചോദിച്ചു. ആൾ എൻ്റെ ജൂനിയർ ആയിരുന്നല്ലോ. പ്രണയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോൺ വിളി, ചാറ്റ് ഒന്നുമില്ല. അവളൊരു സൈലന്റ് ടൈപ്പായിരുന്നു. അവളുടെ ആ സ്വഭാവമാണ് എന്നെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് തന്നെ. കോളേജിൽ വരുമ്പോൾ കാണും, ലൈബ്രറിയിൽ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണോ പ്രണയമാണോ എന്നൊക്കെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് സംശയമായിരുന്നു. അതായിരുന്നു അവസ്ഥ. ദിവസങ്ങൾ കഴിയുമ്പോൾ അവളിൽ മാത്രം എൻ്റെ ലോകം ഒതുങ്ങി. അത്രയ്ക്ക് അവൾ എൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിപ്പോയെന്ന് വേണം പറയാൻ. അവൻ്റെ പ്രണയിനിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി അവൾ സന്തോഷത്തോടെ നോക്കിയിരുന്നു. അവളുടെ പേര് പറഞ്ഞില്ലല്ലോ. പഞ്ചമി രഘുറാം, എൻ്റെ ആമി. പേര് കേട്ട് റീത്തയുടെ മുഖം ചുളിഞ്ഞു. അതുകണ്ട് അകൽ ചിരിച്ചു. തൻ്റെ ഈ മുഖം ചുളിഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ആളൊരു അമ്പലവാസിയായിരുന്നു. നല്ല നായര് കുട്ടി. എൻ്റെ വീട്ടിൽ ഞാൻ ഈ റിലേഷൻ പറഞ്ഞു കേട്ടോ. അവർ എതിർത്തു പറഞ്ഞില്ല. പഠിത്തം കഴിഞ്ഞ് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. അത് ഞാൻ അവളോടും പറഞ്ഞു.
അങ്ങനെ സന്തോഷത്തോടെ തന്നെ ഞങ്ങളുടെ പ്രണയവും പഠിത്തവും കലാലയ ജീവിതവും മുന്നോട്ട് പോയി. ലാസ്റ്റ് സെം എക്സാം ആയപ്പോൾ ഞാൻ കുറച്ച് തിരക്കായി. അവളും പിന്നെ എന്നെ അധികം ശല്യം ചെയ്തില്ല. രണ്ടുപേരും പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു. പക്ഷേ തമ്മിൽ കാണും. അധികം സംസാരമില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. അവനൊന്ന് നിർത്തി. അവൻ്റെ മുഖത്ത് സങ്കടം നിറയുന്നതും കണ്ണുകൾ നിറഞ്ഞതും റീത്ത കണ്ടു. എന്തു പറ്റി പഞ്ചമിക്ക്? റീത്ത ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞ് പോകും വഴി ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ അവൾ പോയി. എന്നെ തനിച്ചാക്കി. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് അവളോട് സൂക്ഷിക്കണമെന്ന്. റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധയില്ല അവൾക്ക്. പിന്നെ ഇടിച്ച ലോറി ഡ്രൈവർ ഉറങ്ങി എന്നാണ് പറഞ്ഞത്. അവളുടെ വേർപാട് എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അവസാനമായി അവളെ കാണാൻ പോയത് അവളുടെ വീട്ടിലായിരുന്നു. അവിടെ അച്ഛനും അമ്മയ്ക്കും അവൾ ഒറ്റ മോളായിരുന്നു. അവരോടവൾ എൻ്റെ കാര്യം പറഞ്ഞിരുന്നു എന്ന് ഞാൻ അന്ന് അറിഞ്ഞു. 6 മാസം ഞാൻ ഡിപ്രഷൻ അടിച്ചു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഒടുവിൽ കൂട്ടുകാരും അവളുടെയും എൻ്റെയും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് എന്നെ മാറ്റി. പിന്നെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഞാൻ റെഡിയായി വന്നത്. അവൻ പറഞ്ഞു കഴിഞ്ഞ് അവളെ നോക്കിയപ്പോൾ അവൾ കണ്ണു നിറച്ച് അവനെ നോക്കിയിരിക്കുന്നു. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ടേബിളിലിരുന്ന് അവളുടെ കൈമേലെ കൈവച്ചു. ഞാനിപ്പോൾ ഓക്കേടോ. ഇടയ്ക്ക് അവളുടെ വീട്ടിൽ ഞാൻ പോകാറുണ്ടിപ്പോൾ. അമ്മയ്ക്കും അച്ഛനും ഞാനല്ലേ ഉള്ളൂ. ഇനി എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് അവളെ മറക്കാൻ കഴിയില്ലടോ. അവൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അഹൽ വേദന കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നെ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണോ വിവാഹത്തിന് സമ്മതിച്ചത്? അതോ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണോ? റീത്ത പെട്ടെന്ന് പോലും അറിയാതെ അവളുടെ വായിൽ ഈ ചോദ്യമാണ് പുറത്തു വന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കിനി ഒരു വിവാഹം വേണ്ട, അവളുടെ ഓർമ്മകൾ ജീവിക്കാനായിരുന്നു തീരുമാനം. അത്രയ്ക്കുള്ള നല്ല നിമിഷങ്ങൾ അവൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ അത് മാറിയിടോ. നാളെ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ എനിക്ക് കൂട്ടിന് ഒരാൾ, എൻ്റെ സങ്കടങ്ങൾ പറയാനും കേൾക്കാനും എൻ്റെ കൂടെ എന്നും താങ്ങായി ഒരാൾ വേണമെന്ന് തോന്നി. കെട്ടുന്ന പെണ്ണിനോട് നീതി പുലർത്താൻ കഴിയണമെങ്കിൽ അവൾ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. അതാ തന്നോട് പറഞ്ഞത്. അവളെ എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല ഈ ജന്മം. ആ യാഥാർത്ഥ്യം എനിക്കറിയാം. അത് ഉൾക്കൊള്ളാൻ എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. ഒരിക്കലും ഞാൻ തന്നോട് നീതികേട് കാണിക്കില്ലടോ. പിന്നെ പരസ്പരം കുറച്ചുകൂടെ സംസാരിച്ചു കഴിഞ്ഞ് നല്ലൊരു സൗഹൃദം രൂപപ്പെടുത്തിയാണ് അവിടെ നിന്ന് രണ്ടുപേരും ഇറങ്ങിയത്. ക്രിസ്റ്റി വീട്ടിലെത്തുമ്പോൾ മുറ്റത്തൊരു കാർ കിടപ്പുണ്ട്. ആദ്യം കരുതിയത് നിയോയുടെ വീട്ടിൽ നിന്നാകുമെന്നാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം അവിടുന്ന് ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. പക്ഷേ അവിടെയുള്ള ആരുമല്ല വന്നതെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരെ കണ്ടപ്പോൾ മനസ്സിലായി. ഹലോ, ഞാൻ സഹൽ. സംശയത്തോടെ നിൽക്കുന്ന ക്രിസ്റ്റിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. ഹലോ. എനിക്ക് മനസ്സിലായില്ല. അവൻ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. ഞാൻ ആരാണ് എന്നും എന്തിനാണ് വന്നതെന്നും അകത്ത് അച്ഛനും അമ്മയും പറയും. അളിയൻ അതങ്ങ് സമ്മതിക്കണം കേട്ടോ. അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അവൻ ക്രിസ്റ്റിയുടെ തോളിൽ തട്ടി ഒരു ചിരിയോടെ പറഞ്ഞിറങ്ങി. അവൻ്റെ സംസാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ധ്വനി ക്രിസ്റ്റിക്ക് മനസ്സിലായില്ല. സംശയം നിറഞ്ഞ മനസ്സോടെ ക്രിസ്റ്റി അകത്തേക്ക് കയറിപ്പോയി. അവനും കൂട്ടുകാരും പോയതും ക്രിസ്റ്റി വേഗത്തിൽ അകത്തേക്ക് കയറി. എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് വലുത് തന്നെയാണ്. അതുപോലെ തന്നെയല്ലേ ആ കൊച്ചിൻ്റെ ജീവനും. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ക്രിസ്റ്റി അകത്തേക്ക് വന്നത്. ആരാ അച്ഛാ വന്നിട്ട് പോയത്? ക്രിസ്റ്റി അച്ഛനോട് ചോദിച്ചു. അച്ഛനും അമ്മയും പരസ്പരം ഒന്ന് നോക്കി. ചോദിച്ചത് കേട്ടില്ലേ അവൻ ആരാണെന്ന്? ഈ പ്രാവശ്യം അവൻ്റെ സ്വരം കടത്തും. മോനെ, അത് സാൻഡ്രയുടെ ചേട്ടനാണ്. ക്രിസ്റ്റിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്രിസ്റ്റി സംശയത്തോടെ ചോദിച്ചു. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. പിന്നെ സഹൽ വന്ന കാര്യം പറഞ്ഞു. ഇവിടെ വന്നത് നിന്നെ അവൻ്റെ അനിയത്തിക്ക് വേണ്ടി ആലോചിക്കാനാണ്. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നത് അവൻ്റെ അനിയത്തിയുടെ ആഗ്രഹം നടക്കണം. അതിനുവേണ്ടി നിയമോളെ കൊല്ലേണ്ടി വന്നാൽ അതും ചെയ്യുമെന്ന് ഭീഷണി പോലെ പറഞ്ഞാണ് അവൻ പോയത്. ക്രിസ്റ്റിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മോനെ, നമുക്ക് ആലോചിച്ച് എന്താ എന്ന് വെച്ചാൽ ചെയ്യാം. വെറുതെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, അച്ഛൻ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. ആദ്യം അവൻ്റെ പെങ്ങളായിരുന്നു എൻ്റെ പുറകെ. അവൾക്ക് പ്രായത്തിൻ്റെ ആണെന്ന് പറയാം. ആങ്ങളെയും വീട്ടുകാരും എന്താ അവളുടെ പാവകളാണോ? ഇപ്പോൾ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ അത് എനിക്ക് തന്നെ ദോഷമാവും. നിങ്ങൾ പേടിക്കേണ്ട. ഈ പ്രശ്നം എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. ക്രിസ്റ്റി കൂടുതലൊന്നും കേൾക്കാനോ പറയാനോ നിൽക്കാതെ ഇറങ്ങി. ക്രിസ്റ്റി നേരെ പോയത് സാനിയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അവൻ അവിടെ എത്തുമ്പോൾ സാനിയുടെ ചേട്ടൻ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. ക്രിസ്റ്റി അവൻ്റെ ബൈക്കിലായിരുന്നു പോയത്. ബൈക്ക് ഒതുക്കി വെച്ച് നേരെ അവൻ്റെ അടുത്തേക്ക് പോയി. ആ, അളിയൻ എൻ്റെ പുറകെ ഇന്ന് പോന്നോ? തീരുമാനം പറയാനായിരിക്കുമല്ലേ? വാ അളിയ, അകത്തേക്ക് വാ. ക്രിസ്റ്റി ഒന്നും മിണ്ടാതെ അവൻ്റെ കൂടെ അകത്തേക്ക് കയറി. അവൻ അകത്ത് കയറിയതും സാനിയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടേക്ക് വന്നു. അവൻ നടന്നു സാനിയുടെ മുമ്പിൽ പോയി നിന്നു. എല്ലാവരും ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നോക്കി. സഹൽ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പാഞ്ഞു. ഡാ നീ! സഹൽ ക്രിസ്റ്റിക്ക് നേരെ കൈ ഉയർത്താൻ തുടങ്ങിയതും അവനെ തടഞ്ഞു. തൊട്ടുപോകരുത്. നീയൊക്കെ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ച്? കുറെ സ്വത്തും കുറെ ഭീഷണിയും കൊണ്ട് മോഹിച്ചതും ആശിച്ചതുമൊക്കെ സ്വന്തമാക്കാമെന്നാണോ? നിന്റെ ഭീഷണിയും നിന്റെ അപ്പൻ്റെ പണക്കൊഴുപ്പിലും വീഴുന്ന പലരും കാണും. ആ കൂട്ടത്തിൽ എന്നെ കാണണ്ട.
പണത്തിന് കുറവുണ്ട് എന്ന് വെച്ച് വല്ലവൻ്റെയും ഭീഷണി കേട്ട് സ്നേഹിച്ച പെണ്ണിനെ കളഞ്ഞു തൻ്റെയൊക്കെ പണത്തിനും ഭീഷണിക്കും വഴങ്ങുന്നവനല്ല ഈ ക്രിസ്റ്റി. സഹലിനെ നോക്കി പറഞ്ഞു നേരെ സാനിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞു എൻ്റെ പുറകെ വരരുതെന്ന്. ഈ ക്രിസ്റ്റി സ്റ്റയാൻ ഒരുത്തിയെ മിന്നുകെട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ നീയേ ആയിരിക്കും. അവിടെ നീയല്ല, ഇനി ഏത് താരറാണി വന്നാലും എൻ്റെ മനസ്സിനും ശരീരത്തിനും അവളായിരിക്കും അവകാശി. ഇനി നീ എൻ്റെ വഴിയിൽ വന്നാൽ ഇതുവരെ പറഞ്ഞ പോലെ അല്ല, നിന്നെ തീർത്തിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ നിന്റെ ശല്യം അവസാനിപ്പിക്കും. അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയ അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. തനിക്ക് നാണമെന്ന് പറയുന്ന സാധനമുണ്ടോടോ? പേ പിടിച്ച നായെപ്പോലെ മോള് ഒരുത്തൻ്റെ ജീവിതം തകർക്കാൻ, ഒരു പെണ്ണിൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർത്ത് സ്വന്തമാക്കാൻ നടക്കുമ്പോൾ ഇങ്ങനെ കുട പിടിച്ച് പിറകെ നടക്കാൻ. ഇനി താനോ തൻ്റെ ഈ മോളോ മോനോ ആരെങ്കിലും എൻ്റെയോ എൻ്റെ പെണ്ണിൻ്റെയോ ഇടയിലോട്ട് കയറി വന്നാൽ ഇപ്പോൾ മോൾക്ക് കൊടുത്തതുപോലെയായിരിക്കും ഇപ്പോൾ താൻ എന്നെ കണ്ടതുപോലെയും ആകില്ല ഇനി കാണുന്നത്. തനിക്ക് ശരിക്കും എന്നെ അറിയില്ല. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് ഇവൾ കാരണം വീണാൽ പിന്നെ താൻ ഈ മോളെ മറക്കുന്നതാകും നല്ലത്. ഇത് പറയുന്നത് ക്രിസ്റ്റിയാണ്. ഞാൻ വെറും വാക്ക് പറയില്ല. അത്രയും പറഞ്ഞ് ഒരിക്കൽ കൂടെ അവളുടെ അടുത്തേക്ക് പോയി. നീയും ഒരു പെണ്ണാണെന്ന് മറക്കരുത്. നിന്റെ വൃത്തികെട്ട പൊറോട്ട് നാടകവുമായി എൻ്റെ ജീവിതത്തിൽ ഇടിച്ചു കയറാൻ നോക്കിയാൽ അവസാനമെന്നോണം ഒരിക്കൽ കൂടെ അവളോട് പറഞ്ഞ് അവൻ എല്ലാവരെയും നോക്കി ഇറങ്ങി. മോനെ, അവനെ എന്തു വില കൊടുത്തും അവൾക്ക് നേടിക്കൊടുക്കണം. എൻ്റെ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന നായയെപ്പോലെ അവൻ എൻ്റെ മുന്നിൽ നിൽക്കണം. അവനിപ്പോൾ എന്നോട് കാണിച്ച ഈ ധിക്കാരമോർത്ത് അവൻ വേദനിക്കണം. അവളുടെ അപ്പൻ്റെ വാക്കുകൾ കേട്ട് അവനിൽ ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു.